ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാൻ ചിക്കൻ കൊണ്ടുള്ളൊരു ഡിഷാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അതിന് വേണ്ടിയിട്ട് ഇത് ബോൺലെസ് ചിക്കനാണ്. ഇതൊരു 500 ഗ്രാം. നമുക്ക് സാധാരണ വീട്ടിൽ മേടിക്കുന്ന ചിക്കനിൽ നിന്ന് തന്നെ ഇതുപോലെ കഷ്ണം കഷ്ണമായിട്ട് എടുത്താൽ മതി. കഷ്ണമല്ല, നീളത്തിൽ കനം കുറച്ച് കേട്ടോ. ഇതൊരു 500 ഗ്രാം ഉണ്ട്. ഇതിനകത്ത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തേ. ഇതിനകത്ത് ഒരു മുട്ടയുടെ വെള്ളം മാത്രം ഒഴിക്കുക. ഇതിനകത്തോട്ട് ഒരു 2.5 ടേബിൾ സ്പൂൺ കോൺസ്റ്റാർച്ച് ഇട്ട് കൊടുത്തേ. കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഇതിനകത്ത് ശകലം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കേ. ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തേ. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് ഗ്യാസ് ഓണാക്കിയിട്ട് ഇത് റെഡിയാക്കേ. മതി, നമുക്ക് ഗ്യാസ് ഓണാക്കാം. കടായിയിലോട്ട് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കേ. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഈ ചൂടായ എണ്ണയിലോട്ട് നമ്മൾ ഈ റെഡിയാക്കി വെച്ചേക്കുന്ന ചിക്കനില്ലേ അങ്ങോട്ടിടാം. നല്ല ചൂടാവട്ടെ. ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരുമ്പോൾ നമുക്കിത് എടുക്കാം. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കണേ. ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് കൊടുക്കേ. ചിക്കൻ ഒന്ന് ലൈറ്റ് ബ്രൗൺ നിറമാവട്ടെ. ഒന്ന് വേഗം വേണ്ടേ. തീ മീഡിയത്തിൽ വെച്ചേക്കാം. മീഡിയത്തിനും താഴെ വെക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നമ്മുടെ ചിക്കൻ റെഡി ആവട്ടെ. ചിക്കൻ റെഡിയാവുന്ന നേരം കൊണ്ട് നമുക്കിതിനൊരു സോസ് റെഡിയാക്കേ. ഇതിങ്ങനെ കിടക്കട്ടെ. ഓക്കെ, നമ്മളിപ്പം ചിക്കൻ റെഡിയാക്കിയ പാത്രമില്ലേ, ആ സെയിം പാത്രം തന്നെ അതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുത്തേ. ഒരു ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ഒഴിച്ചു കൊടുത്തേ. ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുത്തേ. ഇതിനകത്ത്
കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, 1 ടേബിൾ സ്പൂണോളം. ഇതിലോട്ട് 1 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്തേ. എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇവിടെ വെക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. നമ്മുടെ ചിക്കൻ നോക്കാം. നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടില്ല, ഒരു 1-2 മിനിറ്റ് കൂടെ കിടക്കട്ടെ. നമ്മൾ ഈ സോസൊക്കെ റെഡിയാക്കി വെച്ചേക്കുന്നില്ലേ, ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്ത്, ഇതിനകത്ത് ഒരു അരമുറി നാരങ്ങ നീര് ഇതും കൂടെ ഇതിനകത്ത് മിക്സ് ചെയ്യേ. ഇത് നമുക്ക് നോക്കിയേ, നമ്മുടെ ചിക്കനൊക്കെ നല്ല റെഡിയായി. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിനകത്ത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം, ഒരു 7 വെളുത്തുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം, ചെറുതായിട്ടൊന്ന് വഴന്നോട്ടെ. അധികമൊന്നും വേണ്ട, ചെറിയൊരു വാട്ടെ, തീയൊന്ന് കൂട്ടാം. ഇനി ഇതിലോട്ട് 2 ഇടത്തരം സവാള അരിഞ്ഞിട്ട് കൊടുക്കേ. ഇനി ഇതിലോട്ട് ഈ സ്പ്രിംഗ് ഒണിയൻ ഇല്ലേ, അതിൻ്റെ അടിയിലത്തെ തണ്ട് ഭാഗം ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒന്നും ഭയങ്കര വഴന്നൊന്നും പോകണ്ട, ചെറിയൊരു വാട്ടം മതി, ചെറുതായിട്ട്. ഓക്കെ, നമ്മളുടെ സവാളയൊക്കെ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് വാട്ടിയിട്ടുള്ളത് സിമ്മിൽ കിടക്കുകയാണ്. ഇനി ഇതിനകത്ത് ഒരു ക്യാപ്സിക്കം അരിഞ്ഞിട്ട് കൊടുക്കുക. ക്യാപ്സിക്കം അരിഞ്ഞത് ഇട്ട് കൊടുത്തേ. ഇത് ഒന്ന് ചെറുതായി തീയൊന്ന് ഇനി കൂട്ടിയിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന്, ക്യാപ്സിക്കത്തിൻ്റെ വേവ് അറിയാമല്ലോ. നമ്മൾ സോസിനൊക്കെ ഉപ്പുണ്ട്, എന്നാലും ശകലം ഉപ്പിട്ട് കൊടുക്കേ. ഈ വാടിയ ക്യാപ്സിക്കത്തിലോട്ട് 1 മിനിറ്റ് മതി ഇതും കേട്ടോ, ഒന്ന് ഇളക്കിയാൽ മതി. ഇനി ഇതിനകത്തോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ചിക്കനില്ലേ, അതിട്ട് കൊടുക്കാം. എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം.
ഇനി ഇതിലോട്ട് നമ്മളിപ്പോൾ ഈ റെഡിയാക്കി വെച്ചേക്കുന്ന സോസില്ലേ അതിങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യേ. തീ കുറച്ചിട്ടേക്കാണ് കേട്ടോ. ഉപ്പ് നോക്കിക്കോണം. നല്ലൊരു മണം വരുന്നുണ്ട്. കവർ ചെയ്ത് കൊടുക്കരുത് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ സ്പ്രിംഗ് അണിയനില്ലേ അതിൻ്റെ ഗ്രീൻ ഭാഗമേ എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ആക്കണേ. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണേ, ഒരു ഡിഷാണേ. നല്ല ടേസ്റ്റായത് കഴിക്കാം. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം. പിന്നെ ചപ്പാത്തിയോടെ ബ്രെഡിൻ്റെ കൂടെ ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കനാണ്. ഒരു മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമ്മുടെ ഈ കൂട്ടിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം, ഒരു 1.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ. ഇനി ഇതിനകത്ത് ഒരു 3 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കേ. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ഇപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്. ഉപ്പ് നോക്കിക്കോണം ലാസ്റ്റ് ഇറക്കാൻ നേരത്ത്. ഇത്ര ടേസ്റ്റുള്ളൊരു ചിക്കൻ, അയ്യോ അടിപൊളിയായത്. എന്ത് രസമെന്നേ കഴിക്കാൻ, വെറുതെ പറക്കി കഴിക്കാം നമുക്ക്. പച്ചമുളക് അത്രയും ഒന്ന് വാടിയാൽ മതി. ഇത്രയും മാത്രമേ ഉള്ളേ. ഇനി ഞാൻ ഗ്യാസ് ഓഫാക്കുക. ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ ചിക്കൻ ഇതിലോട്ട് പകർന്നെടുക്കാം. നല്ല മണമുണ്ട് ഇതിന്. ഓക്കെ, നമ്മൾ ചിക്കൻ മൊത്തം പാകത്തിനോട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് ടേസ്റ്റ് ചെയ്ത് കഴിക്കുക. ഫ്രൈഡ് റൈസിന് ബെസ്റ്റൊരു ഡിഷാണേ. ചിക്കൻ്റെ ഒരു ഡിഷാണ്, നല്ല ടേസ്റ്റാണ്. അപ്പം പിള്ളേർക്കും ഇഷ്ടപ്പെടും, വലിയവർക്കും ഇഷ്ടപ്പെടും. ചോറിന് നമ്മുടെ സാധാ മട്ടയരി ചോറിനും പറ്റും. നമുക്ക് എന്തോ ഇഷ്ടമുള്ളത് അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ സ്റ്റിർ ഫ്രൈ ആണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് ദിവസം